അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കുട്ടി ഈ അമ്മ മുത്തശ്ശി ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നു, കുട്ടി ഈ ഗേറ്റ് തുറന്നു കിടന്നുകൊണ്ട് ഓടി റോഡിലേക്ക് വരുന്നു, ഇറക്കം വാക്ക് വരുന്നൊരു വാഹനം, പാഞ്ഞു വരുന്ന വാഹനം കുട്ടിയെ ഇടിച്ച് തെറിപ്പിക്കുന്നു, കുട്ടി റോഡിൽ വീഴുന്നു. ഇത് കണ്ട് കുട്ടിയുടെ മുത്തശ്ശി കിണറ്റിൽ പോയി ചാടുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ രണ്ടുപേരും അത്യാഹിതത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വേറൊരു കടക്കാരനോട് പോയി ചെന്ന് 2 ലക്ഷം രൂപ എന്തോ വാങ്ങുന്നു. പക്ഷെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അതായത് ഏത് കുട്ടി ഇപ്പോൾ ഈ മരിച്ച കുട്ടിയെ വാഹനം പിടിച്ചു മെഡിക്കൽ കോളേജിൽ അത്യാഹിതത്തിലെന്നാണ് ഈ കുട്ടിയുടെ അമ്മ ശ്രീതു ഇവിടെ പുറത്ത് പറഞ്ഞത്. ആദ്യം കുറേ നാൾ അവർ ഇവിടെ നിന്ന് സാധനങ്ങളെല്ലാം വാരിക്കെട്ടി അജ്ഞാതവാസം പോലെയായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് അത് കടക്കാരെ ഒഴിവാക്കാൻ ഉണ്ടാക്കിയൊരു കഥയായിരുന്നു. അതെ, കടക്കാരെ ഒഴിവാക്കാൻ ഉണ്ടാക്കിയ കഥയാണ്. ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ മരണത്തിൽ വലിയ ദുരൂഹതകളാണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ വാർഡ് മെമ്പറും ഈ കുട്ടിയുടെ വീടിന്റെ അയൽവാസിയുമായ KKM സുനിൽ എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹം വാർഡ് മെമ്പർ കൂടിയാണ്. ഇവർ മെമ്പർ എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഈ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബന്ധവും ഇതിലെന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? ഈ കുടുംബവുമായി എനിക്ക് നേരിട്ട് നന്നായിട്ട് അറിയാം. കാരണം ഇവരുടെ ജന്മസ്ഥലം എൻ്റെ വീടിൻ്റെ, ഞാൻ താമസിക്കുന്നത് കുറച്ച് പുറകിലാണ്. ഇവിടെ ഇപ്പോൾ വാടകയ്ക്ക് വന്നതാണ്, ഒരു 3 വർഷക്കാലമേ ആവുന്നുള്ളൂ. ഇവർ മാന്യമായി കഴിയുന്നൊരു കുടുംബം. പക്ഷേ സമീപകാലത്തായിട്ടാണ് ഇവർ ഒരുപാട് ബാധ്യതകളുള്ളതായി എനിക്കറിയാൻ കഴിഞ്ഞത്. നല്ല ബാധ്യത, ഏതാണ്ട് ഈ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ കൂടുമ്പോഴേക്ക് 58-60 ലക്ഷം രൂപയോളം കടബാധ്യത ഉണ്ട് എന്നാണ് എനിക്കൊരു ബന്ധുവിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ബാധ്യതയാണ് ഇതിനെല്ലാത്തിനും ഇപ്പോൾ കാരണം. ഇതിൻ്റെ പേരിൽ കുറേ പൊറോട്ട് നാടകങ്ങൾ ശ്രീതു എന്നത് ഈ കുട്ടി, മരിച്ചുപോയ കുട്ടിയുടെ അമ്മ കുറേ കളിക്കുന്നുണ്ട്. അതാണ് ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ എന്താണ് കളിക്കുന്നത്? അങ്ങനെ കളിക്കുന്നു എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ സാമ്പത്തികമായി വരുന്നവരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാകാം എന്തായിരിക്കും. പക്ഷെ അതിനകത്ത് ഒരു റെമഡി നമുക്ക് പറയാൻ പറ്റുന്നില്ല. പൈസ വരുന്നവരെ തൽക്കാലം തിരിച്ചുവിടാം. കാരണം എന്ന് വെച്ചാൽ സമീപകാലത്തുണ്ടായ ഒരു ചെറിയ സമയം അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ, ഒരാഴ്ച മുമ്പ് അച്ഛൻ ഈ വീട്ടിൻ്റെ വാതിൽക്കലിരിക്കുമ്പോൾ പൈസ കൊടുക്കേണ്ട ആളുകൾ ഇവിടെ വന്നിറങ്ങിയപ്പോഴേക്കും കണ്ടുകൊണ്ട് നിന്ന ശ്രീതു ഓടിച്ചെന്ന് അച്ഛനെ പിടിച്ച് കട്ടിലിൽ കിടത്തി തുണികൊണ്ട് മൂടി അച്ഛൻ സീരിയസ് ആണ് എന്ന് പറഞ്ഞ് അവരോട് ആ ദൗത്യത്തിൽ നിന്ന് പിന്തിരിച്ചു വിട്ട ഒരു ചെറിയൊരു ഉദാഹരണമാണ് ഇത്. അയൽവാസികളിൽ നമ്മൾ അറിയുന്നതാണ്. ഇങ്ങനെ ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ ഇത്തരം വിഷയങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കുട്ടി ഈ അമ്മ മുത്തശ്ശി ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നു, കുട്ടി ഈ ഗേറ്റ് തുറന്നു കിടന്നുകൊണ്ട് ഓടി റോഡിലേക്ക് വരുന്നു, ഇറക്കം വാക്ക് വരുന്നൊരു വാഹനം, പാഞ്ഞു വരുന്ന വാഹനം കുട്ടിയെ ഇടിച്ച് തെറിപ്പിക്കുന്നു, കുട്ടി റോഡിൽ വീഴുന്നു. ഇത് കണ്ട് കുട്ടിയുടെ മുത്തശ്ശി കിണറ്റിൽ പോയി ചാടുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ രണ്ടുപേരും അത്യാഹിതത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വേറൊരു കടക്കാരനോട് പോയി ചെന്ന് 2 ലക്ഷം രൂപ എന്തോ വാങ്ങുന്നു. പക്ഷെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അതായത് ഏത് കുട്ടി ഇപ്പോൾ ഈ മരിച്ച കുട്ടിയെ വാഹനം പിടിച്ചു മെഡിക്കൽ കോളേജിൽ അത്യാഹിതത്തിലെന്നാണ് ഈ കുട്ടിയുടെ അമ്മ ശ്രീതു ഇവിടെ പുറത്ത് പറഞ്ഞത്. ആദ്യം കുറേ നാൾ അവർ ഇവിടെ നിന്ന് സാധനങ്ങളെല്ലാം വാരിക്കെട്ടി അജ്ഞാതവാസം പോലെയായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് അത് കടക്കാരെ ഒഴിവാക്കാൻ ഉണ്ടാക്കിയൊരു കഥയായിരുന്നു. അതെ, കടക്കാരെ ഒഴിവാക്കാൻ ഉണ്ടാക്കിയ കഥയാണ്. അത് ഇത്തരണത്തില്ല. അതാണ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഈ മുത്തശ്ശൻ മരിക്കുന്നു 16ആണ്. ഈ മരിക്കുന്നതിന് ഒരു 2 ആഴ്ച മുമ്പ് വന്നതേ ഉള്ളൂ. ഒരു 3 ആഴ്ചയോളം ഇവിടെ ഇല്ലായിരുന്നു. അവർ മാറിയാണ് താമസിച്ചിരുന്നത്. എവിടെയാണെന്ന് അറിയില്ല, ആര് വിളിച്ചാലും കിട്ടാത്തതാണ്. ഇവരിപ്പോൾ ഈ ദേവസ്വം ബോർഡിൽ ഈ ജോലിക്ക് വേണ്ടിയിട്ട് ആരോടോ പണം കൊടുത്തു, 30 ലക്ഷം കൊടുത്തു എന്ന്, അത് കളവ് പോയി അങ്ങനെ എന്തൊക്കെ ഒരു പരാതി വന്നിരുന്നു. അതിങ്ങനെ ഇവർ പൈസ കൊടുത്തു. കാരണം ഇവിടെ ജോലി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവളിപ്പോൾ ജോലിക്ക് വേണ്ടി വാങ്ങേണ്ട കാര്യമില്ല. എന്നാൽ പുറത്തു നിന്ന് പലരിൽ നിന്ന് ദേവസ്വം ബോർഡിൽ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് പലരെയും സമീപിച്ച് പൈസ വാങ്ങിയതായി ഈ അടുത്ത കാലത്ത് അമ്മയോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ തന്നെ എന്നോട് പറഞ്ഞു. ഒരാളിൽ നിന്ന് ഏതാണ്ട് 4-5 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്, ദേവസ്വം ബോർഡിൽ വാങ്ങി ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിങ്ങനെ എനിക്ക് അവരുടെ ഒരു ടീച്ചറെന്ന് എനിക്കറിയാം. അവർക്ക് ഈ ദേവസ്വം ബോർഡുമായിട്ട് എന്താ ബന്ധം? ഈ കുട്ടിക്ക് അങ്ങനെ ഒന്നൊരു കുട്ടി പകരക്കാരിയായ ഒരു 6 മാസക്കാലം ജോലി ചെയ്തു എന്നുള്ളൊരു ബന്ധമേ ഉള്ളൂ ഞങ്ങൾക്ക് അറിയാൻ കഴിയും. പക്ഷേ ഇപ്പോഴും കുട്ടി ഇവിടുത്തെ ആളുകളെടുത്ത് പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡിൽ എനിക്ക് 1 ലക്ഷം രൂപയിൽ കൂടുതൽ സാലറി ഉണ്ട്, ഉയർന്ന പോസ്റ്റിങ്ങിലാണ്, ഇപ്പോൾ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലാണ് എന്നാണ് പറയുന്നത്. ഓരോ സമയവും ഒരു പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെയൊക്കെ പറയും. പക്ഷേ ആളുകൾക്ക്, ഞങ്ങൾക്കൂടെ നാട്ടുകാർക്ക് പിന്നെ മനസ്സിലായി ഇതെല്ലാം ഉടായിപ്പാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ പോലീസിൽ പൈസ പോയി എന്ന് പറഞ്ഞതും ഫേക്ക് ആയിരിക്കുമല്ലോ തന്നെയാണ്. കാരണം ഇവർക്ക് ഈ 30 ലക്ഷം ഇത്രയും ബാധ്യതയിൽ നിൽക്കുന്നവർക്ക് 30 ലക്ഷം രൂപ വരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെ തൊട്ടടുത്ത അങ്കണവാടിയിൽ പോയിട്ട് ടീച്ചറോട് 10 ലക്ഷം രൂപ ഞാനിവിടെ കൊണ്ടുവന്നിടത്ത് മറന്നു വെച്ചിട്ട് പോയോ കളഞ്ഞു പോയോ എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം വെറും ഇതല്ലേ, പൊറോട്ട് നാടകങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കുട്ടി അവരെന്തിനു വേണ്ടി ഇത് ചെയ്തു, എന്ത് ഉദ്ദേശമാണ് അവർക്കുള്ളത്. കാരണം ഞങ്ങൾ വിചാരിച്ചതും കുട്ടി ആരെങ്കിലും എടുത്തുകൊണ്ട് പോയെങ്കിൽ നിങ്ങൾ ആ ഒരു സങ്കടത്തിലാണ് ഇവിടുത്തെ നാട്ടുകാരെന്ന് പ്രഭാതം കാണുന്നത്. പക്ഷേ കിണറിലുണ്ടെന്ന് പോലീസ് അദ്ദേഹം വന്ന് അതായത് DYSP ആണ് ആ മരണവും അതിനൊക്കെ കാരണം വന്നിങ്ങനെ ചോദിക്കുന്നു കുട്ടി ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ടോ എന്നാണ്. അപ്പോൾ ഞാൻ രാവിലെ വരുമ്പോൾ കുട്ടിയുടെ മുത്തശ്ശി അമ്മ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് പരിചയത്താരെങ്കിലും ഇന്നലെ വന്നായിരുന്നു? അപ്പോൾ പറഞ്ഞു ഇല്ല, അങ്ങനെ ആരും വന്നിട്ടില്ല. 2 മണിയായപ്പോഴേക്കും ആരോ ഒരാൾ നിൽക്കുന്നത് കണ്ടു. അത് ഈ കുട്ടിയുടെ 7 വയസ്സ് പ്രായമുള്ള അല്ലെങ്കിൽ ഒരു 5-7 വയസ്സിന് പ്രായമുള്ള ചേച്ചിയാണ് കണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു മക്കളെ വന്നത് ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ കുട്ടി ഇരുന്നിട്ട് പറഞ്ഞു അത് നിഴലാണ് കണ്ടത്. എത്ര മണിക്ക്? 2 മണിക്ക്, വെളുപ്പിന് ഇന്ന് 2 മണിക്ക് കണ്ടെന്നാണ്.
അപ്പം ഇങ്ങനെ പറയുന്നതിൽ പോലും പരസ്പരമായിട്ട് ബന്ധമില്ലാത്ത തരത്തിലുള്ള ചോദ്യങ്ങളും ആണ് ഉത്തരങ്ങളാണ് പറഞ്ഞത്. ഇതിലെന്തോ ഈ ഒരു ആഭിചാരക്രിയ മന്ത്രക്രിയ ഒക്കെ ഉണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് ആ ഒരു സംശയമുണ്ട്. കാരണം വന്നോ ഇത് മറ്റൊരു കാര്യത്തിന് അവർ മുതൽക്കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇത് മറ്റെവിടെയോ ഇവർ ഇത്തരം പ്രക്രിയകൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് ബലമായൊരു സംശയമുണ്ട്. അതിൻ്റെ മറവിലാണോ ഇത് ചെയ്ത്? ഇപ്പോൾ കുട്ടിയെ ബോഡി എടുക്കുന്നിടത്ത് ജനം കരഞ്ഞു പോയി. സ്വാഭാവികമായി വെള്ളത്തിൽ വീഴുന്ന ഒരാളെന്ന് പറയുമ്പോഴേക്കും വയറ് വീർത്തിരിക്കണം. ആ വീർപ്പൊന്നും കുട്ടിക്കില്ല. സ്വാഭാവികമായിട്ട് രാവിലെ ഒഴിഞ്ഞ വയറുമായിട്ട് ഇരിക്കുന്ന കുട്ടിയാണ് ഇവിടുത്തെ ജനം, ഞാനടക്കം കാണുന്നത്, പോലീസ് എടുക്കുന്നത്. കിണറിൽ ഇങ്ങനെ മൂടിയിരിക്കുന്ന തുണി ശകലം നീങ്ങിയിരിക്കുന്ന DSP ആണ് ചോദിച്ചത്, അതിങ്ങനെ മാറിയിരിക്കുന്നത്. അത് ഞങ്ങൾ തുണി കൊണ്ട് കഴിവായിട്ടതുകൊണ്ട് അങ്ങനെ മാറിയത്. അങ്ങനെ ഫയർഫോഴ്സ് വരട്ടെ, വന്നിട്ട് നമുക്ക് തീരുമാനിക്കാൻ തോന്നി. ഫയർഫോഴ്സ് വന്നപ്പോൾ ആദ്യത്തെ പരിശോധനയിൽ തന്നെ ബോഡി ഉണ്ടെന്ന് തെളിയും. ഇവർ ചെയ്തത് ഒരു മനുഷ്യത്വമില്ലായ്മ. ഞങ്ങളുടെ ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞെട്ടലോടെ കേൾക്കുന്നത്. ഞങ്ങളുടെ ഇന്ന് വരെ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഇത്രയും സാമ്പത്തികമായിട്ട് വരാൻ കാരണം അതറിയില്ല. അവിടെയാണ് മാഷ് പറഞ്ഞതിലേക്ക് പോകുന്നത്. അവർ മറ്റെന്തെങ്കിലും ആഭിചാരക്രിയകളിലേക്ക് പോയതാണോ, മറ്റാർക്കെങ്കിലും കൊടുത്തത്. എന്തായാലും ഒരു കാര്യമുണ്ട്, അടിപൊളി ലൈഫല്ല. വീട്ടിലെ ഭക്ഷണ ക്രമീകരണം നമ്മൾ അടിപൊളിയല്ല. മറ്റ് ആഡംബരപ്രിയമായ വസ്തുക്കളോ വാങ്ങലോ അങ്ങനെയുള്ള പ്രക്രിയകളൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഈ പൈസ എവിടെയോ എങ്ങനോ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അടിമുടി ദുരൂഹതയുള്ളൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇതിൽ കൊലപാതകം എന്തിന് നടത്തി, ആര് നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി കണ്ടെത്തേണ്ടത്. സാജിദ് അജ്മൽ, മീഡിയ 1, തിരുവനന്തപുരം.